Good morning students, welcome to Political Science class 6. Today I am going to study a new lesson, Key Elements of a Democratic Government. അതായത് ജനാധിപത്യ ഭരണരീതിയെ സ്വാധീനിക്കുന്ന 3-4 ഘടകങ്ങളുണ്ട്. അതിലൊന്നാമത്തേതാണ് ഈക്വാളിറ്റി. അപ്പം സൗത്ത് ആഫ്രിക്കയിൽ നിലനിന്നിരുന്ന ഒരു സമുദായമായിരുന്നു അപ്പാരത്ത്. അപ്പം ആ അപ്പാരത്ത്, വാട്ട് ഈസ് അപ്പാരത്ത്? അപ്പാരത്ത് മീൻസ് സെപ്പറേഷൻ ഓൺ ദി ബേസിസ് ഓഫ് റേസ്. അതായത് നമ്മുടെ തൊലിയുടെ ഇതനുസരിച്ച് ആളുകളെ വ്യത്യാസപ്പെടുത്തിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ. സൗത്ത് ആഫ്രിക്കൻ പീപ്പിൾ വെയർ ഡിവൈഡഡ് ഇൻടു വൈറ്റ്, ബ്ലാക്ക്, ഇന്ത്യൻ ആൻഡ് കളർ റേസസ്. സൗത്ത് ആഫ്രിക്കയിലെ ആളുകളെ എങ്ങനെയാണ് വൈറ്റ് എന്ന് 3ആയിട്ട് തിരിച്ചിരിക്കുന്നു. അവിടെ വൈറ്റ് വെള്ളക്കാരെന്നും ബ്ലാക്ക് കറുത്ത വർഗ്ഗക്കാരെന്നും ഇന്ത്യൻസ് അങ്ങനെ 3ആയിട്ട് തിരിച്ചിരിക്കുന്നു. അപ്പൊ ഈ വൈറ്റ് എന്ന് പറയുന്ന ഏതാണ്? വേറെ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ അവിടെ വന്ന് താമസിക്കുന്നത്. അപ്പൊ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ജനിച്ചു വളർന്നവരാണ് ബ്ലാക്കില് കണ്ടത്. ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ ജോലി ആവശ്യത്തിനൊക്കെ ആയിട്ട് അവിടെ വന്ന് താമസിക്കുന്നവരാണ് ഇന്ത്യൻസ്. അപ്പൊ സൗത്ത് ആഫ്രിക്കൻ പീപ്പിൾ വെയർ ഡിവൈഡഡ് ഇൻടു വൈറ്റ്, ബ്ലാക്ക്, ഇന്ത്യൻ ആൻഡ് കളർ റേസസ്. അപ്പൊ അവരെ തൊലിയുടെ അതായത് നിറത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ 3ആയിട്ട് തിരിച്ചിരിക്കുന്നു. These races were not allowed to mingle with each other. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ മിങ്കിൾ ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. To live near each other or even to use common facilities. അവർക്ക് കോമൺ ഫെസിലിറ്റീസ് ഒന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതാണ് അപ്പാരത്ത് എന്ന് പറയുന്നത്. അപ്പൊ അപ്പാരത്ത് മീൻസ് സെപ്പറേഷൻ on the basis of race. South African people were divided into white, black, Indian and color races. These races were not allowed to mingle with each other, to live near each other or even to use common facilities. Okay. ഇതിനെതിരെ പോരാടുവാനായിട്ട് ഈ അപ്പാരത്തറ്റ് സിസ്റ്റത്തിനെതിരെ പോരാടുവാനായിട്ട് ദ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്, എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹൂ ലെഡ് ദ സ്ട്രഗിൾ എഗൻസ്റ്റ് അപ്പാരത്തറ്റ് ആൻഡ് their most well-known leader Nelson Mandela fought the apartheid system for several years. Finally, they succeeded and in 1994, South Africa became a democratic country in which people of all races were considered equal. അപ്പം ഇതിനെതിരെ പോരാടുവാനായിട്ട് അതായത് സൗത്ത് ആഫ്രിക്കയിൽ വർണ്ണവിവേചനം ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഡെമോക്രസി നിലനിർത്തുവാൻ വേണ്ടിയിട്ട് പോരാടിയ ഒരാൾ ആരായിരുന്നു? നെൽസൺ മണ്ടേല. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഈ വർണ്ണവിവേചനത്തിനെതിരെ പോരാടുകയും അവിടെ ഡെമോക്രസി, ജനാധിപത്യം നിലനിൽക്കുകയും ചെയ്തു. ദെൻ നെക്സ്റ്റ് പാർട്ടിസിപ്പേഷൻ. Why do we have regular elections? You have already read in the previous chapter that people make the decisions in a democracy. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചു നമ്മുടെ രാജ്യത്ത് ഡെമോക്രാറ്റിക് കൺട്രി ആകുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഡെമോക്രസിയുടെ പാർട്ടാകുന്നത് നമ്മൾ, അല്ലേ? ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും ഒരു ജനപ്രതിനിധി, അതായത് വ്യത്യസ്ത പാർട്ടിയിലുള്ള ജനപ്രതിനിധികളെ ഇലക്ഷൻ ടൈമിൽ നിൽക്കും. അവരെ നമ്മൾ ജയിപ്പിക്കും, നമ്മൾ വോട്ട് ചെയ്യും. എന്നിട്ട് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നവരെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് പോകും. അവർ എന്താണ് ചെയ്യുന്നത്? അവർ നമുക്ക് വേണ്ടിയിട്ട് ഡിസിഷൻസ്, പോളിസീസൊക്കെ എടുക്കുകയും ചെയ്യും. നമുക്ക് പകരമായിട്ട് അവർ അവിടെ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് all governments are elected for fixed period. In India, this period is 5 years. Once elected, governments can stay in power only for that period.
എല്ലാ ഗവൺമെൻറ്റും ഒരു ഫിക്സഡ് പീരീഡിലേക്ക് മാത്രമാണ് എലക്ട് ചെയ്യുന്നത്. അതായത് 5 വർഷം കഴിയുമ്പോൾ വീണ്ടും ഇലക്ഷൻ നടക്കും, വേറെ പുതിയൊരു ഗവൺമെൻറ് വരികയും ചെയ്യും. അതായത് ഒരു റെപ്രസെൻറ്റേറ്റീവിനെ ലെജിസ്ലേറ്റീവ്, അതായത് വീണ്ടും ഒരു ഗവൺമെൻറ് വരുന്നു. അവരെല്ലാം കൂടി എന്താണ്, ഇപ്പം നമ്മൾ ഒരു ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുത്തെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു ഇലക്ഷൻ ചെയ്ത് ഒരാളെ തിരഞ്ഞെടുത്തു, അങ്ങനെ ഒരു ഗവൺമെൻറ് ഫോമായി. അപ്പം അവരെല്ലാം കൂടി ഒരു ലീഡറിനെ തിരഞ്ഞെടുക്കും. ആ ലീഡറാണ് ഒന്നുകിൽ പ്രൈം മിനിസ്റ്ററോ അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്ററോ ഒക്കെയാണ്. ആ ലീഡറിനെ ഹെൽപ്പ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അതായത് വേറെ കുറേ മിനിസ്റ്റേഴ്സിനൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കും. അപ്പോൾ അവർക്ക് 5 വർഷത്തേക്കിന് മാത്രമേ അവിടെ ഭരിക്കാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവർ വേറെ അടുത്ത ഇലക്ഷൻ നടത്തുകയും ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്ന ആരാണ്? ഇലക്ഷൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇഫ് ദേ വാണ്ട് ടു കണ്ടിന്യൂ ടു ബി ഇൻ പവർ, then they have to be re-elected by the people. This is a moment when people can sense their power in a democracy. In this way, the power of the government gets limited by regular elections. Okay, അപ്പം നോക്കിയേ, അവിടെ എന്താ പറഞ്ഞത്, ഇനിയും ആ ഗവൺമെൻറ് തന്നെ വീണ്ടും വരണമെങ്കിൽ, ഇപ്പം ഭരിക്കുന്ന ഗവൺമെൻറ് തന്നെ വീണ്ടും വരണമെങ്കിൽ ആ ജനങ്ങൾ അവരെ തന്നെ വോട്ട് ചെയ്ത് ജയിപ്പിക്കണം. ജനങ്ങളുടെ അധികാരം എന്താണെന്ന് ജനങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്ന രീതി, അതായത് ഒരടിസ്ഥാനപരമായ പരിപാടിയാണ് ഇലക്ഷൻ എന്ന് പറയുന്നത്. ഇലക്ഷൻ എന്താണ്? ജനപ്രതിനിധികളൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളോട് വോട്ട് ചോദിക്കും. അപ്പം അന്നേരമാണ് നമ്മുടെ വില മനസ്സിലാകുന്നത്, അല്ലേ? അപ്പോൾ ഓരോ ഗവൺമെൻറ്റിൻ്റെ പവർ എന്താണ്, 5 വർഷമായിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻ ദിസ് വേ ദ പവർ ഓഫ് ദ ഗവൺമെൻറ് ഗെറ്റ്സ് ലിമിറ്റഡ് ബൈ റെഗുലർ ഇലക്ഷൻസ്. അപ്പം അത് കഴിഞ്ഞ് വീണ്ടും ഇലക്ഷൻസ് നടക്കുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ്, അതർ വേസ് ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ്. Elections are usually held once in 5 years. Besides voting, there are other ways of participating in the process of government. അപ്പോൾ എന്താ പറയുന്നത്? ഇലക്ഷൻസ് എന്താണ്? 5 വർഷം കൂടുമ്പോൾ ഇലക്ഷൻസ് നടക്കും. പിന്നെ വോട്ടിംഗ് അല്ലാതെ തന്നെ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? ഗവൺമെൻറ്റിൻ്റെ ഭാഗമാകാനായിട്ട് പറ്റുമോ? പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഗവൺമെൻറ്റിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കിയേ, പീപ്പിൾ പാർട്ടിസിപ്പേറ്റ് ബൈ ടേക്കിംഗ് ആൻ ഇൻട്രസ്റ്റ് ഇൻ ദി വർക്കിംഗ് ഓഫ് ദി ഗവൺമെൻറ് ബൈ ക്രിട്ടിസൈസിങ് ഇറ്റ് വെൻ റിക്വയർഡ്. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യും. അപ്പം ഗവൺമെൻറ് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കും. അതിനെതിരെ നമുക്ക് നല്ലതാണെങ്കിൽ കുഴപ്പമില്ല, അതിനെതിരെ എന്തെങ്കിലും പ്രതികരിക്കണമെങ്കിൽ നമുക്ക് പ്രതികരിക്കാം. എങ്ങനെയാണ്, റാലി നടത്തിയും ഒക്കെ നമുക്ക്, സമരം നടത്തിയും ഒക്കെ നമുക്ക് അതിനെതിരെ പ്രതികരിക്കാനായിട്ട് പറ്റും. ഓക്കെ, people expressed their disapproval very sharply. They took out rallies and also organized signature campaign. പിന്നെ അതുപോലൊക്കെ തന്നെ നിവേദനങ്ങളൊക്കെ നടത്താനായിട്ട് പറ്റും, റാലികൾ നടത്താനായിട്ട് പറ്റും. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് കൺട്രി ആണെന്ന് പറയുന്നത്. പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. അതല്ല, ഈ ഒരു കിങ്ങാണ് ഭരിക്കുന്നതെങ്കിലോ, ഒരു കിങ്ഡം ആണെങ്കിലോ, സൗത്ത് ആഫ്രിക്കയിലൊക്കെ എങ്ങനെയാണ്, രാജാവ് ഭരിക്കുമ്പോൾ എന്താണ്, അവിടെ ഒരു ഹെറിഡിറ്ററി പവറാണ്. ഒരു രാജ്യത്തിനെതിരെ പ്രതികരിക്കാനായിട്ട് ജനങ്ങൾക്ക് പറ്റില്ല. രാജാവ് പറയുന്നത് തന്നെ അനുസരിക്കണം. ഓക്കെ, there are many ways in which people express their views and make governments understand what actions they should take. These includes dharnas, rallies, strikes, signature campaigns, etc. പല രീതിയിൽ ജനങ്ങളുടെ ഇമോഷൻസൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നല്ല കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്, ചിലപ്പോൾ ചീത്ത കാര്യങ്ങളായിരിക്കും. ഇതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് ധർണകൾ, റാലികൾ, സമരങ്ങൾ, നിവേദനങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ
Newspapers, magazines and TV also play a role in discussing government issues and responsibilities. പിന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഈ ടി വി, മീഡിയ, മാഗസീൻസ് ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കുന്ന സംഭവങ്ങളാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, വൈ it is true that a democracy allows people to participate. It is also true that not all sections of people are actually able to do so. അപ്പോൾ എന്താ, ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷനാണ് അതിൻ്റെ സക്സസ്ഫുൾ എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ഇറ്റ് ഈസ് ഓൾസോ ട്രൂ ദാറ്റ് ഓൾ സെക്ഷൻസ് ഓഫ് പീപ്പിൾ ആർ ആക്ച്വലി ഏബിൾ ടു ഡു സോ എന്ന് പറയാനാ. എന്താണ് അതിൻ്റെ പ്രശ്നം? എല്ലാ ജനങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാനായിട്ട് കഴിയും. അനദർ വേ ഫോർ പീപ്പിൾ ടു പാർട്ടിസിപ്പേറ്റ് ഈസ് ബൈ ഓർഗനൈസിങ് ദെംസെൽസ് ഇൻ ടു സോഷ്യൽ മൂവ്മെൻറ്റ്സ് ദാറ്റ് സീക്ക് ടു ചലഞ്ച് ദ ഗവൺമെൻറ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ്. അപ്പം അതായത് അനദർ എന്താണ് പറയുന്നത്? അതായതൊക്കെയാണ് മെമ്പേഴ്സ് ഓഫ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി, ദളിത്, ആദിവാസീസ്, women and other are often able to participate in this manner. അതായത് ട്രൈബൽ പീപ്പിൾ, ആദിവാസികൾ, ഇവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, ഇവർ ഒന്നും പ്രതികരിക്കാൻ ചെയ്യാറില്ല, അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല, അവർക്ക് ഇതിൻ്റെ ഭാഗമാകാൻ പറ്റുന്നില്ല. പിന്നെ അവർ ഗവൺമെൻറ്റിനെതിരെ സോഷ്യൽ മൂവ്മെൻ്റ് ഒക്കെ നടത്തുന്നു. നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തില്ല എങ്കിൽ ഗവൺമെൻറ് അവരുടെ ഇഷ്ടത്തിനായിട്ടുള്ള നടപടികളൊക്കെ എടുക്കും. ഓക്കെ, മെമ്പേഴ്സ് ഓഫ് ദ മൈനോറിറ്റി, അതായത് നമ്മുടെ രാജ്യത്തെ സ്ത്രീകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അതിനെതിരെയായിട്ട് നമ്മൾ നിന്നില്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഇഷ്ടത്തിന് തന്നെ എല്ലാം നടത്തും. ഓക്കെ.